ഇന്ന് കിച്ചണിൽ ഞാൻ ആദ്യം ചെയ്തത് തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെക്കുകയാണേ. സാധാരണ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടാണ് പുറത്തെ കിച്ചണിൽ പോയിട്ട് ചോറൊക്കെ വെക്കാറ്. ഇന്നിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് സിമ്പിൾ ആണ് കേട്ടോ, കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഫസ്റ്റ് അത് ചോറിനുള്ള വെള്ളം അങ്ങ് വെച്ചത്. പിന്നെ അത് തിളയ്ക്കുമ്പോൾ പോയിട്ട് നമുക്ക് അരി ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതായത് ആദ്യം കുറച്ച് മുട്ട, നമുക്ക് എല്ലാവർക്കും ഉള്ള മുട്ടയൊന്ന് പുഴുങ്ങാനായിട്ട് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറുപയർ ഞാൻ തലേദിവസം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുപയർ ഉപ്പിട്ട് ജസ്റ്റ് വേവിച്ച് വെച്ചതാണ്. അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത്, വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല, ചുമ്മാ തേങ്ങ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തേക്കുന്നതാണ്. പിന്നെ കുറച്ച് കുക്കുംബറും ക്യാരറ്റും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, സാലഡ് പോലെ നമുക്ക് ചുമ്മാ വെറുതെ കഴിക്കാനായിട്ട്. പിന്നെ ഇതാ കുറച്ച് യോഗട്ടുമാണ്. ഇതിപ്പോ തക്കുടുവിന് വേണ്ടി എടുത്താണ് കേട്ടോ. അപ്പൊ അവനായതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ഒരു മധുരത്തിന് വേണ്ടി. അവനല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്തില്ല. ഞങ്ങൾക്ക് എടുക്കുമ്പോൾ പഞ്ചസാര ഒന്നും ചേർക്കാറില്ല കേട്ടോ. ഇത് പിന്നെ അവന് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്താണ് കേട്ടോ. അത് ലഞ്ച് ബോക്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്താണ്. ലഞ്ച് അല്ലാണ്ട് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തല്ല കേട്ടോ. സ്കൂളിൽ ഇത് കൊടുത്തു, നമുക്ക് ഇതൊന്നും കൊടുത്തു വിടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തായിരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ അവന്റെ ലഞ്ച് ബോക്സും കൂടി സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി കഴിഞ്ഞു, വേറൊന്നും ചെയ്യാനില്ല. ചെറുപയർ തലേദിവസം വേവിച്ച് വെച്ചുകൊണ്ട് രാവിലെ ഒട്ടും പണി ഉണ്ടായിരുന്നില്ല. ക്യാരറ്റും കുക്കുംബറും ഒന്ന് കട്ട് ചെയ്യാനും പിന്നെ ഒന്ന് മുട്ട പുഴുങ്ങാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പണി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ അരിയൊക്കെ അടുപ്പത്തിടുകയും ഒക്കെ ചെയ്തത് കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങൾ ചെയ്തപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചു. പിന്നെ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. പിന്നെ അവന് സ്കൂളിലേക്ക് കൊടുത്തു വിടുന്ന ചോറ്, ഞാൻ തലേദിവസം വെക്കുന്ന ചോറ് ചോറ് വാർത്ത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ചൂടാറ്റി കുറച്ചെടുത്ത് മാറ്റി വെക്കൂട്ടോ, ഫ്രിഡ്ജിൽ വെക്കുകയും എന്നിട്ട് പിറ്റേ ദിവസം അതൊന്ന് തിളപ്പിച്ച് ഊറ്റിയിട്ട് കൊടുത്തു വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ രാവിലെ വെക്കുന്ന ചോറ് കൊടുത്തു വിടാനും പറ്റത്തില്ല, സമയം കിട്ടത്തില്ല കേട്ടോ. കാരണം രാവിലെ 8 മണിയാകുമ്പോൾ അവൻ പോവും. പിന്നെ ഇവിടെ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് റൈസ് കുക്കറിലൊന്നുമല്ല, നമ്മൾ ഇങ്ങനെ അടുപ്പിലാണ് വെക്കുന്നത്. പിന്നെ ഈ അരിയാണെങ്കിൽ ഒരു 2-2.5 മണിക്കൂർ കിടന്ന് വെന്താൽ ഇങ്ങനെ ആയാലാണ് വേവത്തുള്ളൂ. ഈ വെള്ളയരിയാണ് JR റൈസിൽ, അങ്ങനത്തെ ആ അരിയാണ് ഇവിടെ വെക്കുന്നത്. അപ്പൊ അത് 2.5 മണിക്കൂറൊക്കെ കിടന്ന് വേവണം. ഈ അടുപ്പിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വെന്താൽ മാത്രമേ അതൊന്ന് വെന്ത് വരത്തുള്ളൂ. 2.5 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പൊ രാവിലെ നമ്മൾ അരിയൊക്കെ ഇട്ട് വെന്ത് അത് ഊറ്റി അതിന്റെ വെള്ളമൊക്കെ പോയിട്ട് എടുത്തിട്ട് 8 മണിയാകുമ്പോഴേക്ക് എന്തായാലും എനിക്ക് കൊടുത്തു വിടാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ തലേദിവസം വെക്കുന്നത് എടുത്ത് അങ്ങനെ കൊടുത്തു വിടുന്നത് കേട്ടോ. അങ്ങനെയാണ് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ ഈ അരി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തിളപ്പിച്ച് കൊടുത്തു വിട്ടാൽ ഒരു ടേസ്റ്റ് മാറ്റോ അങ്ങനെ ഒന്നും വരത്തൂല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. 2 ദിവസം ഇരുന്നാലും അതിനൊരു കംപ്ലൈന്റും വരത്തില്ല. അങ്ങനത്തെ ഒരു ചോറാണ് ഇതിന്റെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ്ടോ ഞാൻ ചെയ്യാറ്. അപ്പൊ ഇന്നിപ്പോ അവന് കൊടുത്തു വിട്ടേക്കണത് ഇന്നലെ വെച്ച ചോറ് തിളപ്പിച്ചിട്ടാണ് കേട്ടോ. ഇന്നത്തെ അരി ഞാൻ ജസ്റ്റ് ഇപ്പൊ ഇട്ടുള്ളേ. പിന്നെ ഇതാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. ചെറുപയർ പുഴുങ്ങിയതും ഈ സാലഡും പിന്നെ 2 മുട്ട പുഴുങ്ങിയതും പിന്നെ കുറച്ച് യോഗട്ടും. അപ്പൊ അവനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഞാനും ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. ചേട്ടായി അവിടെ ഇരുന്ന് പത്രം നോക്കുന്നുണ്ട് സൈഡിൽ ഇരുന്നിട്ട്. അപ്പൊ ഞാനും അവിടെ ഇരുന്ന് ചായ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പിൽ ചില ദിവസം സമയമൊന്നും കിട്ടത്തില്ല ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാനായിട്ട്. ചില ദിവസം ഇന്നിപ്പോ വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരുന്ന് സംസാരിച്ചൊക്കെ ഇരുന്നു. അങ്ങനെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ അത് കഴിഞ്ഞപ്പോ അവൻ സ്കൂളിലേക്ക് പോയിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ചു വാരി മാറ്റൊക്കെ ഒന്ന് എടുത്തിടുവാണേ. ഇത് പിന്നെ എല്ലാ ദിവസവും ഉള്ളൊരു പണിയാണ് കേട്ടോ. ചില ദിവസം അവൻ പോകുന്നതിന് മുമ്പ് രാവിലെ തന്നെ ഞാൻ ഫസ്റ്റ് ഇതാണ് കേട്ടോ ചെയ്യാറ്. ചില ദിവസം എനിക്ക് അതിനുള്ള ടൈം കിട്ടത്തില്ല, അവൻ പോയി കഴിഞ്ഞിട്ടാണ് ചെയ്യാറ്. അപ്പൊ ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രാത്രിക്ക് കുറച്ച് പൂച്ചകളുടെ ശല്യമുണ്ട്. നമ്മൾ വീട്ടിൽ വളർത്തുന്നൊന്നുമല്ല, ഇങ്ങനെ എവിടുന്ന് വരുന്നതാ, രാത്രി ആകുമ്പോഴേ വരുള്ളൂ പൂച്ചകള്. അപ്പൊ അത് മതിലൊക്കെ ചാടി ഇങ്ങനെ വരും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ തിണ്ണയില് ഒന്നിങ്ങനെ കിടക്കും. നമ്മുടെ മാത്രമല്ല എല്ലാ വീടുകളിലും വരും. എന്നിട്ട് നമ്മുടെ ഈ മാറ്റിന്റെ പുറത്തൊക്കെ കയറി കിടക്കും. എന്നിട്ട് അതില് ചിലപ്പോ ഇങ്ങനെ ഛർദ്ദിച്ചൊക്കെ വെക്കും. അങ്ങനെ 1-2 വട്ടം എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ അതിന്റെ രോമവും കാര്യങ്ങളൊക്കെ കൊഴിഞ്ഞു കിടക്കും. അത് കൂടാണ്ട് ഇങ്ങനെ ഛർദ്ദിച്ചൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പലവട്ടമായിട്ടുണ്ട്. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ വന്നേ പിന്നെയാണ് ഞാൻ ഇതുപോലെ ആ മാറ്റൊക്കെ എടുത്ത് രാത്രി അകത്തിട്ടിട്ട് കിടക്കും കേട്ടോ. പിന്നെ രാവിലെ ഇനി അങ്ങനെ വല്ലതും ചെയ്തു വെച്ചാൽ നമുക്കൊന്ന് കഴുകിയാൽ മതിയില്ല, മാറ്റൊക്കെ കഴുകാൻ നടക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അതിപ്പോ ഒരു സ്ഥിരം പണിയാണ് കേട്ടോ, രാവിലെ അതൊക്കെ എടുത്തിടുക എന്നുള്ളത്, രാത്രി എടുത്ത് മാറ്റുന്നതൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണേ. ചേട്ടായിക്ക് ഡ്യൂട്ടിക്ക് പോകാറായി. അപ്പൊ അത് കാരണം ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ചേട്ടായി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മുടെ അങ്കത്തട്ടിലോട്ട് കയറുക എന്നുള്ളതാണല്ലോ, ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും. അപ്പം ഇന്ന് കറി വെക്കാനായിട്ട് കുറച്ച് മീനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു തോരൻ വെക്കാനായിട്ട് ഈ പയറാണ് കേട്ടോ. ഇന്ന് നീളമുള്ള പയറില്ലേ, വള്ളിപ്പയർ എന്നൊക്കെ പറയും, അതാണ് കേട്ടോ. അപ്പൊ അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണേ. എന്നിട്ട് ഞാനത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇന്ന് എല്ലാം കൂടി കട്ട് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും മഞ്ഞപ്പൊടി എല്ലാം കൂടി തേങ്ങയും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ അതങ്ങനെ അരിഞ്ഞ് അവിടെ മാറ്റി വെച്ചു.
പിന്നെ മീൻകറി വെക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉലുവയും കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് മുളക് പൊടിയും കാശ്മീരി മുളകാണ് ഞാൻ ചേർക്കുന്നത് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് അത് നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് അതും കൂടി ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ മീൻ ചേർക്കും. അപ്പോഴാണ് ഓർത്തത് കറിവേപ്പില ഇല്ലല്ലോ എന്നുള്ള കാര്യം. അപ്പൊ പിന്നെ നമുക്കെന്നാ കറിവേപ്പില പറിക്കാൻ പോവാം. അങ്ങനെ കറിവേപ്പില പറിക്കാൻ പോയതാണ്. കറിവേപ്പില കുറച്ചുണ്ടായിരുന്നു പറിച്ചിരുന്നത്. അത് ഞാൻ മറ്റേ തോരന് വേണ്ടിയിട്ട് എടുത്തായിരുന്നു. അപ്പൊ മീൻകറിക്ക് ഇടാനായിട്ട് ഫ്രഷ് ആയിട്ട് പറിക്കണം. അപ്പൊ മുറ്റത്തേക്ക് പോയതാണ് കേട്ടോ. ഇവിടെ കറിവേപ്പ് പറമ്പിൽ വേറെ നിൽക്കുന്നുണ്ട്. നമ്മുടെ പറമ്പിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് പല സ്ഥലത്തോടെയും നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ അടുക്കളയോടെ ചേർന്ന് നിൽക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാമോ എന്നല്ല, അവിടെ വേറെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വ്യക്തമാവത്തില്ല. അവിടെ ഒരു കറിവേപ്പാണ് കേട്ടോ നിൽക്കുന്നത്. അതിന്റെ ചുവട്ടിൽ കുറെ തൈകൾ നിൽക്കുന്നുണ്ട്. ചെറിയ ചെറിയ തൈ. വേപ്പിന്റെ ചുവട്ടിലാണ് തൈകൾ ഉണ്ടായി വരുമല്ലോ. അപ്പൊ ഞാനിപ്പോ ഇന്ന് എന്തായാലും ആ ചെറിയ തൈയിൽ അതിൽ നിന്നാണ് പറിച്ചെടുക്കുന്നത്. അതിങ്ങനെ കുറേ തൈകൾ അവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറിച്ചെടുക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ മേളിൽ നിന്ന് വലിയ മരത്തിൽ നിന്ന് എടുക്കും. അത് സാഹചര്യം അനുസരിച്ച് ഓരോന്ന് ചെയ്യും. ഇപ്പൊ എന്തായാലും അതിൽ നിന്ന് കുറച്ച് തൈ കുഞ്ഞ് ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് മീൻകറിയിൽ ഇട്ടു. അപ്പോഴേക്കും നന്നായിട്ട് തിളച്ചായിരുന്നു കേട്ടോ. പിന്നെ മീൻ ഇങ്ങനെ ഇലയ്ക്ക് ഇട്ട് കൊടുത്തു. ഇതെന്ത് മീനാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല. എന്തോ ഒരു മീൻ, ഒരു പ്രത്യേക എന്തോ ഒരു മീൻ. എനിക്ക് ഇതിന്റെ മീനുകളുടെ എല്ലാ മീനിന്റെ ഒന്നും പേരറിയില്ല. ഈ മത്തി, അയല അങ്ങനെ കുറച്ച് മീനുകളുടെയൊക്കെ പേരറിയത്തുള്ളൂ. അങ്ങനെ മീൻ ഇലയ്ക്ക് ഇട്ട് അടച്ചു വെച്ചു. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ പിന്നെ അത് തുറന്നു വെച്ചിട്ട് അതിന്റെ വെള്ളം ഒന്നിങ്ങനെ വറ്റിച്ചെടുക്കണമല്ലോ. അപ്പൊ അങ്ങനെ മീൻകറിക്ക് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് മാറ്റാം. പിന്നെ അടുത്തത് നമ്മുടെ പയറ് തോരൻ ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇപ്പൊ ഇതിങ്ങനെ എല്ലാം കൂടി ഒന്നിച്ച് വെച്ചേക്കുന്നതാണ് എളുപ്പമുണ്ട്. പിന്നെ മിക്സ് ചെയ്തിട്ട് അങ്ങ് ഇട്ടാൽ മതി. ഇത് ഞാൻ എളുപ്പത്തിന് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് അല്ലാണ്ട് സെപ്പറേറ്റ് ഉള്ളിയൊക്കെ വഴറ്റിയിട്ടും അങ്ങനെയും വെക്കാം. ഇതിപ്പോ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് ഇതാകുമ്പോ പിന്നെ വേറെ പ്രത്യേകിച്ച് നമുക്ക് പണിയൊന്നുമില്ല. എല്ലാം കൂടി ഒന്നിച്ച് അരിഞ്ഞിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് തട്ടിപ്പൊത്തിയിട്ട് ആവിയിൽ വെള്ളം ഒഴിക്കാണ്ട് ആവിയിൽ അങ്ങ് വേവിച്ചെടുത്താൽ മതി. ഇങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാ, ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഇതാ. ഞാൻ ഈ പയർ മിക്കപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. സെപ്പറേറ്റ് ഇങ്ങനെ വഴറ്റാനൊന്നും നിൽക്കാറില്ല. എല്ലാം കൂടി ഒന്നിച്ച് അങ്ങ് അരിഞ്ഞിട്ട് ഇങ്ങനെ ആവിയിൽ അങ്ങ് വേവിച്ചെടുക്കും. വെള്ളം ചേർക്കത്തില്ല കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്. ആവിയിൽ വെന്ത് വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. സിമ്മിൽ ഇട്ടാൽ മതി. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ മീനും കുറച്ച് വറക്കാനുണ്ട്. അത് തലേദിവസം ഞാൻ മസാലയൊക്കെ പറ്റി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പം മീനും കൂടി വറക്കാനിട്ടു. ഈ മീനിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ ഒരു മീൻ, എന്തോ ഒരു മീൻ. അപ്പൊ അതും മസാലയൊക്കെ പുരട്ടി അത് ഞാൻ വൈകുന്നേരം വെട്ടി വെച്ച തലേദിവസം വൈകുന്നേരം കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഈ മീൻ ഇത് വെട്ടാതെ കൊണ്ടുവന്നായിരുന്നു. മറ്റേ കറി വെച്ച മീൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നായിരുന്നു. ഇത് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു കൊണ്ടുവന്നേ. അപ്പം എല്ലാം അത് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. മറ്റേതും ഞാൻ എടുത്ത് ഫ്രീസറിൽ വെച്ചിരുന്നു. രാവിലെ എടുത്ത് പുറത്ത് വെച്ച് ഐസൊക്കെ കളഞ്ഞെടുത്തതാണേ. അപ്പൊ മീൻ വറുത്ത് കഴിയുമ്പോൾ അതിന്റെ എണ്ണയൊന്ന് പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ചതാണ്. അപ്പൊ അത് മീൻകറി റെഡി ആയിട്ടുണ്ട്. പിന്നെ പയറുതോരനും റെഡി ആയിട്ടുണ്ട്. പിന്നെ മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അടുക്കളയിലെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങി. അതായത് ഇന്നത്തെ കറികളൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ക്ലീനിങ് ആണല്ലോ. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ ക്ലീനിങ് ആണല്ലോ. അപ്പം സ്റ്റൗവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തുടച്ച് എല്ലാം കിച്ചൺ ഫുള്ള് കൗണ്ടർ ടോപ്പും എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടുവാണേ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അത് നല്ല അടിപൊളി ലിക്വിഡാണ് കേട്ടോ. നമുക്ക് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൗ ഒക്കെ നന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ആയി കിടക്കും കേട്ടോ. എണ്ണ മെഴുക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആവും കേട്ടോ. അപ്പൊ അത് ഞാൻ ഫുള്ളായിട്ട് ക്ലീനിങ്ങിന്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പൊ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കിച്ചൺ ഒന്ന് ചുമ്മാ വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുത്തോണ്ടെന്ന് ചുമ്മാ വെറുതെ വീഡിയോ ലാഗാക്കണ്ടല്ലോ എന്ന് കരുതി ക്ലീനിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ കിച്ചൺ ഇതുപോലെ നീറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ എന്റെ കറികളും കാര്യങ്ങളും ഒക്കെ ഞാൻ സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ ടീപ്പോസ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് എടുത്ത് വെക്കൂട്ടോ. അപ്പൊ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒക്കെ വൃത്തിക്ക് ഇങ്ങനെ കിടന്നോളൂല്ലോ. പിന്നെ സ്റ്റൗവിന്റെ പുറത്ത് നമുക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വേണമെങ്കിൽ എടുത്തുകൊണ്ടൊന്ന് വന്ന് സെർവ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പൊ ആരെങ്കിലും വന്നാൽ തന്നെ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ കാണത്തില്ല, നല്ല നീറ്റായിട്ട് ഇരുന്നോളൂല്ലോ. അപ്പൊ അങ്ങനെ ഇന്നത്തെ അടുക്കളയിലെ അംഗവും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് അവിടെ വന്നിരിക്കുകയാണെ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ആ കറിവേപ്പില പറിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വന്നില്ലേ, ആ സമയത്ത് ജസ്റ്റ് ഇങ്ങനെ
വീട്ടിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വീണായിരുന്നേ. അപ്പം അത് ഞാൻ വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് കളഞ്ഞു ആ ഭാഗം. എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു, ഞാൻ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വരുന്ന സമയത്താണ് വീണത്. ആ ഭാഗം ഞാൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞതാണേ. അപ്പം ഭാഗ്യം കൊണ്ട് എനിക്കും ഒന്നും പറ്റിയില്ല, ഫോണിനും ഒന്നും പറ്റിയില്ല, രണ്ടിനും ഒന്നും പറ്റിയില്ല. എനിക്കൊന്നും പറ്റിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടൊന്ന് പൊട്ടി ചെറുതായിട്ടൊന്ന് ചതഞ്ഞു, അതാണ് എനിക്ക് പറ്റിയത്. അല്ലാണ്ട് വലിയ കാര്യമായിട്ടൊന്നും പറ്റിയില്ല. വീണപ്പം ഒന്ന് സ്ലിപ്പായതാ. അപ്പം മുട്ടുപൊട്ടി ഇച്ചിരി വേദനയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അതിനേക്കാളും വിഷമമായത് എൻ്റെ നഖം ഒടിഞ്ഞു പോയി. നമ്മൾ ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം, നമ്മൾ കിച്ചണിലെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്ത് കുക്കിങ്ങും ക്ലീനിങ്ങും അതുപോലെ പാത്രമൊക്കെ കഴുകലും, പിന്നെ നമ്മൾ അടുപ്പിൽ പുറത്ത് വിറകടുപ്പൊക്കെ ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും കരിയുടെ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ നഖം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നല്ല പാടാ. നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത് എപ്പോഴും നോക്കി നല്ല രീതിയിൽ കെയർ ചെയ്താലേ നമുക്ക് നഖം വളർത്തിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ ഭയങ്കര കെയർ ചെയ്ത് കൊണ്ടു നടക്കണതാ. അപ്പൊ അത് ഒടിഞ്ഞു പോയത് എനിക്ക് നല്ല വിഷമമായിട്ടോ. പക്ഷെ സാരമില്ല, നഖമാണല്ലോ, വളർന്നു വന്നോളൂല്ലോ. ആ ഒരു സമാധാനത്തില് ആ വീണപ്പോ എവിടെയോ തട്ടിയതാന്ന് തോന്നുന്നു. എന്തായാലും ഒരെണ്ണം ഒടിഞ്ഞു പോയി. ഇനിയിപ്പോ എന്തെങ്കിലും ആവട്ടെ, സാരമില്ല, വളർന്നു വരുമല്ലോ. അപ്പൊ ആ വിഷമമൊക്കെ മാറ്റാൻ നമുക്ക് കുറച്ച് ചോറുണ്ടാലേ. അപ്പൊ എന്തായാലും ഉണ്ടാക്കിയ കറികളൊക്കെ കൂട്ടി ഞാൻ ചോറുണ്ണാൻ പോവാണേ. അപ്പൊ ഇന്ന് വേറെ കൂടുതൽ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ഇവിടെ കൊണ്ട് വീഡിയോ നിർത്തുകയാണേ. നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ കാലിന്. ചതവായതുകൊണ്ട് കാലിന് നല്ല വേദന എടുക്കുമല്ലോ. കാലിന്റെ മുട്ടാണ് കേട്ടോ ചതഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമന്റും എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.